അപ്പോൾ ഇതിനു മുമ്പൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിരുന്ന വാർത്ത ഈ സിനിമാ മേഖലയിലെ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ഒരിടയ്ക്ക് നമ്മളെ സ്ഥിരം ഹെഡ്ലൈനുകൾ തന്നെ അത് തന്നെയായിരുന്നു സിനിമാ മേഖലയിലെ അവസാനിച്ചിട്ടില്ല. അന്വേഷണങ്ങളൊക്കെ പലപ്പോഴായി നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സുകളൂടെ വരുന്നുണ്ട്. അതായത് ഈ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഇടപെടൽ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ കൂടുതൽ നടപടികൾ സിനിമാ സംഘടനകളുടെ ഭാഗത്തുനിന്നൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം ആ സംഘടനകൾക്കാണ് കുറച്ചുകൂടെ പര്യാപ്തമായ രീതിയിൽ നടപടികളൊക്കെ എടുക്കാൻ സാധിക്കുക എന്നുള്ളത് കൊണ്ടാണ്. ലഹരി ഉപയോഗം തടയുന്നതിന് കർശനമായ നടപടികൾ സ്വീകരിക്കാനാണ് സംഘടനകളുടെ തീരുമാനം. ഉടൻ തന്നെ യോഗം ചേരാനും സംഘടനകൾ ആലോചിക്കുന്നുണ്ട്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, എന്തായാലും ആ ഒരു സമഗ്രമായ ഇടപെടൽ ഈ രംഗത്ത് വേണമെന്നുള്ളത് കൂടിയാണ്. കാരണം ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഒരു വ്യാപകവൽക്കരിക്കുന്നില്ല, ജനറലൈസ് ചെയ്യുന്നില്ല. പക്ഷേ സംഘടനകളുടെ ഒരു ഇടപെടൽ കൂടി ഉണ്ടെങ്കിൽ, അവരുടെ ഒരു കരുതൽ കൂടി ഉണ്ടെങ്കിൽ ഇത്തരം സംഭവങ്ങൾ തടയാനൊക്കെ കഴിയുമെന്നുള്ളത് കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് ഈ സിനിമാ സംഘടനകൾ കൂടി കടക്കുന്നു ഈ ഘട്ടത്തിലെന്ന് മനസ്സിലാക്കണം, അല്ലേ? തീർച്ചയായും നമ്മൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അല്ലെങ്കിൽ ഒരു മാസത്തിലധികമായിട്ട് നമ്മൾ ഈ പോലീസിന്റെയും അതോടൊപ്പം തന്നെ എക്സൈസിന്റെയും പരിശോധനകളാണ് സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഈ ലഹരി ഉപയോഗം തടയുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് വരുന്നത് കണ്ടിരുന്നത്. അതിന്റെ പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ NCB ഈ സിനിമാ സംഘടനകളുടെ യോഗം വിളിക്കുകയാണ് ചെയ്തിരുന്നത്. അമ്മയുടെ ഭാരവാഹികൾ, അതോടൊപ്പം തന്നെ ഫെഫ്ക, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളൊക്കെ പങ്കെടുത്തിരുന്നു. അതിൽ കൃത്യമായ ഒരു നിർദ്ദേശം NCB നൽകിയിരുന്നു. ഒരു കാരണവശാലും ഈ സിനിമ മേഖലയിൽ ആളുകൾ ഈ നിരോധിത ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകാൻ പാടില്ല. അതിന് കർശനമായ നടപടികൾ ഉണ്ടാവണം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. എന്തായാലും അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാവണം എല്ലാ സംഘടനകളും കർശനമായ നടപടികളിലേക്ക് പോകുന്നതെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അനൗദ്യോഗികമായി ഈ അംഗങ്ങൾക്ക് ചില വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ചില ബ്രീഫിംഗ് നടത്തിയിട്ടുണ്ട്. NCB ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുണ്ട്. ആരൊക്കെയാണ് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് അവർക്ക് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത്തരം ചില ആളുകളുമായി ഇവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉപയോഗം നടന്നാൽ ഉറപ്പായും പിടിവീഴുമെന്നുള്ള ഒരു കാര്യം ഇവരെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ തുടർ നടപടികൾ ഇനി വരാൻ പോകുന്നത് ഇവർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനൊക്കെ ഇമ്മീഡിയറ്റ്ലി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ആണ് ഇവർ ആലോചിക്കുന്നത്. എന്തായാലും NCB ഉദ്യോഗസ്ഥരുമായി നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ ലഹരി റാൻഡം പരിശോധന നടത്താനുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സിനിമ വരുവാണെങ്കിൽ, പ്രോജക്റ്റ് വരികയാണെങ്കിൽ അതിൽ സെലക്റ്റീവായിട്ട് ആളുകളെ എടുത്തിട്ട് അത്തരത്തിലൊരു പരിശോധന നടത്തണം. അത്തരം പരിശോധന നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആരൊക്കെ ഉപയോഗിക്കുന്നുള്ള ഒരു സംബന്ധിച്ചുള്ള സൂചനകൾ ലഭ്യമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരം പരിശോധനകളിലേക്ക് ഇവരെ കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ ഈ പരിശോധനകൾ മാത്രമല്ല, നമുക്കറിയാം സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളാണ് ഈ സിനിമാ മേഖലയിലുള്ള ആളുകൾ. ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി മാറണം. ഈ ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ നൽകുക, അത്തരം ഒരു കാര്യങ്ങൾ കൂട്ടിക്കടക്കണം എന്നുള്ളൊരു കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങൾ എന്തായാലും പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് സംഘടനകൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ ഇത്തരത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും. സിനിമാ മേഖലയെ പൂർണ്ണമായും തന്നെ ഇത്തരത്തിൽ ലഹരി വിമുക്തമാക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്.